രാത്രികാലത്ത് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധ വേണം. ചൂട് കൂടി വരുന്ന ഈ കാലാവസ്ഥയിൽ രാത്രികാലത്ത് വൈദ്യുതി കൂടുതലായി ഉപയോഗിച്ചാൽ ബിൽ നിരക്കും ചുട്ടുപൊള്ളും. സംസ്ഥാനത്ത് TOD നിരക്ക് നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ് KSEB. എന്താണ് TOD നിരക്ക്? രാത്രി കൂടിയ നിരക്കും പകൽ കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടൈം ഓഫ് ദ ഡേ അഥവാ TOD താരിഫാണിത്. ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ മാസം 250 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് ജനുവരി 1 മുതൽ TOD നിരക്ക് ബാധകമാകുന്നത്. കേരളത്തിൽ ഈ വിഭാഗത്തിൽ 7 ലക്ഷത്തിലധികം ഉപഭോക്താക്കളുണ്ട്. നിരക്ക് കൂട്ടി രാത്രി ലോഡ് കുറയ്ക്കാനാണ് വൈദ്യുതി വകുപ്പ് ശ്രമിക്കുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെ അത്യാവശ്യമല്ലാത്ത ഉപകരണങ്ങൾ രാത്രി ഉപയോഗിക്കാതെ പകൽ സമയത്തേക്ക് മാറ്റുക എന്നതാണ് KSEBയുടെ നിർദ്ദേശം. നിരക്ക് കുറയ്ക്കാൻ KSEB പറയുന്ന ടിപ്പുകൾ ഇതൊക്കെയാണ്: ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജ് പകൽ നേരമാക്കുക, രാത്രികാലത്ത് AC ഉപയോഗം പരിമിതപ്പെടുത്തുക, അലക്ക് യന്ത്രം പകൽ സമയങ്ങളിൽ ഉപയോഗിക്കുക എന്നിവയാണത്. കേരളത്തിൽ നിലവിൽ 40,000-ഓളം മീറ്ററുകളിൽ TOD സംവിധാനം ഘടിപ്പിക്കാൻ ബാക്കിയുണ്ട്. ഇവ മാർച്ചിനകം സ്ഥാപിച്ച് ഏപ്രിൽ 1 തൊട്ട് പൂർണ്ണമായും ഈ താരിഫിലേക്ക് മാറ്റുമെന്നും KSEB പറയുന്നു. നേരത്തെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഉപയോഗിക്കുന്ന സമയമായിരുന്നു വൈദ്യുതി നിരക്ക് കൂടിയിരുന്നത്. എന്നാൽ വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുന്ന സമയങ്ങൾ മാറിയപ്പോഴാണ് വൈദ്യുതി വകുപ്പ് TOD താരിഫ് സമയവും മാറ്റിയത്. നേരത്തെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഉപയോഗിക്കുന്നവർക്ക് സാധാരണ നിരക്കായിരുന്നു. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഉപയോഗിക്കുന്നവർക്ക് 10% നിരക്ക് ഇളവും നൽകി. എന്നാൽ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നത് രാത്രിയിലാണെന്ന ലോഡ് കണക്കു പ്രകാരമാണ് ഈ ഇളവ് ഇപ്പോൾ നിർത്തലാക്കിയത്. രാത്രി കൂടിയ നിരക്കും പകൽ കുറഞ്ഞ നിരക്കും ഈടാക്കുന്ന ടൈം ഓഫ് ദ ഡേ അഥവാ TOD താരിഫാണിത്. ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ മാസം 250 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്കാണ് ജനുവരി 1 മുതൽ TOD നിരക്ക് ബാധകമാകുന്നത്.